ഗൈസ് നമുക്ക് ഹമൂർ പിടിക്കാൻ പോയാലോ? Take the next right. ഗൈസ് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെയാണ് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ ഒരു സ്പോട്ടിൽ നേരത്തെ കാലത്ത് എത്തുന്നത്. വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾക്ക് എത്താൻ വേണ്ടി പറ്റിയത്. എന്തായാലും നമുക്ക് ഫിഷിംഗ് ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മൾ കടലിൽ ചൂണ്ടിയിടുമ്പോഴില്ലേ കല്ലിൻ്റെ ഇടയിൽ നല്ലപോലെ കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ബ്രൈഡ് ചുറ്റി ചുറ്റി കൊടുക്കണം കേട്ടോ. ദേ നമ്മുടെ ചാള അവിടെ കിടക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇത്രയും കാലം ഒരു മീൻ കിട്ടി അപ്പം തന്നെ നമ്മൾ അത് കിട്ടിയിട്ട് വീട്ടിലേക്ക് ഓടുന്നുണ്ടോ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മാക്സിമം മീൻ പിടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഗൈസ് അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ വെയിറ്റിംഗിലാണ് ഗൈസ്. ആ ചേട്ടന് മീൻ കിട്ടിട്ടോ. നമ്മളെന്തായാലും നമ്മുടെ കയ്യിൽ കൊത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയി നോക്കാട്ടോ. കുത്തണ ടൈപ്പ് മീനാ? കുത്തില്ലല്ലോ. ഗൈസ് നമ്മുടെ ആദ്യത്തെ മത്തി പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ കോർത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് എത്ര മത്തിയില് എത്ര മീൻ കിട്ടുമെന്നാണ് ഗൈസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പക്ഷെ സ്ട്രൈക്ക് അധികം ഇല്ല. എന്നാലും 1-2 സ്ട്രൈക്ക് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാട്ടോ. ഒരു വറ്റ പിടിച്ച് ഗൈസ്. ആ ചേട്ടൻ ഒരു വറ്റ പിടിച്ചപ്പോ നമ്മളത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഓടിപ്പോയി നോക്കാം. ഗൈസ് എന്ത് മീനാന്നൊന്നും അറിയില്ല. ഞാൻ പിടിച്ച് നല്ലപോലെ വലിച്ച് നല്ല വെയിറ്റ് അനുഭവപ്പെട്ടു കേട്ടോ. പക്ഷെ നമ്മുടെ ബ്രൈഡും പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എന്തായാലും വലിയ മീനാണ് കേട്ടോ. കാരണം അത്രയ്ക്കും വെയിറ്റ് അനുഭവപ്പെട്ടു. പക്ഷെ ആ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. എന്ത് മീനാന്നൊന്നും അറിയില്ല കേട്ടോ. കൊണ്ടുപോയോ? അയ്യോടാ. ഓ മൊത്തമായിട്ട് പൊട്ടിപ്പോയല്ലേ. വലിയ മീനായിരുന്നോ? മറ്റു വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതില്? ഇത് ഹമൂറല്ല. ആ ചേട്ടൻ പിടിച്ച അതേ എന്റെ വലുത് കിട്ടി. ആ വലിയ ചാളിയില് കിട്ടിയത്. ചേട്ടനും കിട്ടി. അതാ കിട്ടി. എന്റെ കയ്യിന്റെ അത്ര വലുതുണ്ട്. ഗൈസ് നമ്മള് കടലിന് പിടിച്ച രണ്ടാമത്തെ ഫിഷ് കിട്ടോ. എന്റെ കയ്യിന്റെ ഇത്രയൊക്കെ ഉണ്ട് കറക്റ്റ്. നീ കണ്ടോ? ജീവനുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മുള്ളൊന്നും ഇല്ലാതെ. മുള്ളൊക്കെ ഉണ്ട്. ഇത് നോക്ക്. ഓ നല്ല ഭംഗിയുണ്ടല്ലേ. മുള്ളുണ്ട് കേട്ടോ. ഡോൾഫിനെ കാണിച്ചു തരട്ടോ. അടുത്ത് അതോ 2 വലിയ സാധനം കേട്ടോ. വലുത്. ഗൈസ് നമുക്ക് ഡോൾഫിനെ പിടിച്ചാലോ നമ്മളെ ചൂണ്ടിട്ടിട്ട്? എന്താണ് നിങ്ങൾ പറയൂ, അഭിപ്രായം പറയൂ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ല. അല്ല അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ അവന്മാര്? കുറേ ആൾക്കാർ 3 ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കാണുന്നില്ല. ഗൈസ് നമ്മളെപ്പോഴും ഒരു മീൻ കിട്ടിയാൽ വീട്ടിൽ പോവാറാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. നമ്മുടെ കയ്യിലുള്ള തീറ്റ മൊത്തം കഴിയണ വരെ നമ്മൾ ഇരിക്കും കേട്ടോ. കാരണം നമ്മൾ അത്രയും നേരം നോക്കാം മീൻ കിട്ടുമെന്ന്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇനി 2 മീൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ബൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്.
നമുക്ക് അതിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. നമ്മളെ പകുതി മുറിച്ചപ്പോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കല്ലിൽ പോയി കുടുങ്ങുക. ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 8:30 സമയമായിട്ടുണ്ട്. 8:30 കഴിഞ്ഞു. നമ്മൾക്ക് ആ ചേട്ടനില്ലേ ഒരു പുതിയ സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഫോണിൽ ചാർജ് കുറവാണ്. നമ്മൾക്ക് വേറെ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് സീനാണ്. കാരണം ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടി കാണിച്ചു തരേണ്ട ഗൈസ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തും. ഉടനെ തന്നെ നമ്മൾ ആ സ്പോട്ടിൽ പോകുന്നതായിരിക്കും കേട്ടോ. അമ്മച്ചീ കുടുങ്ങി. ഞാൻ വേറൊരു ലേഡി ആംഗ്ലറിനെ കൂടെ കണ്ടു. കണ്ടോ ഒരു ചേച്ചിയല്ല 2 ചേച്ചിമാര്. കണ്ടോ അവരിതുപോലെ റോഡൊക്കെ ആയിട്ട് വന്നേക്കുക. നമ്മൾക്ക് നമ്മളെ വീട്ടിൽ പോകുന്ന നേരം അവരോട് ഓടിപ്പോയി നോക്കിയിട്ട് എത്ര മീൻ കിട്ടി നോക്കട്ടോ ഗൈസ്. അവിടെ 2 ചേച്ചിമാര് ചൂണ്ടിടുന്നില്ലേ, നമ്മൾക്ക് അവിടെ പോയി നോക്കാട്ടോ. ഞാൻ എൻ്റെ പരിസരത്ത് ആര് ചൂണ്ടിടുന്നില്ല, ഞാൻ അവിടെ പോയി നോക്കും. പക്ഷെ ഞാൻ അവരോട് ചോദിക്കും കേട്ടോ, വീഡിയോ എടുക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും പ്രൈവസി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് ഇതാക്കണമല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾക്ക് അവിടെ പോയി നോക്കാം. 2 ചേച്ചിമാർ ഫുള്ള് സെറ്റപ്പിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒക്കെയാണ് ചൂണ്ടുന്നത്. നമുക്ക് പോയി നോക്കട്ടോ. വലിയ റോഡൊക്കെ ആയിട്ടാണ് ഗൈസ്. അവരൊക്കെ വലിയ വലിയ പ്രോ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള ചേച്ചിമാരാണോന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം കേട്ടോ. നമ്മൾ ആ ചേച്ചിമാരോട് പോയി സംസാരിച്ചിട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, പക്ഷെ അവർക്ക് നമ്മളെ പോലെ ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ, ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി നമ്മൾക്ക് പോയിട്ട് ചൂണ്ടാട്ടോ ഗൈസ്. ഗൈസ് അങ്ങനെ ഇന്നും നമ്മൾക്കൊരു വലിയ മീൻ കിട്ടിയിട്ടോ. നമ്മൾ 11:30 വരെ ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോണ് ചാർജ് കഴിഞ്ഞ് ഓഫായി ഗൈസ്. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾക്ക് ആ മീൻ മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ശ്രമിച്ചെങ്കിലും മീൻ നല്ലപോലെ സ്ട്രൈക്ക് ചെയ്യണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ നമ്മുടെ ഇത് കൊളുത്തൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും മണിക്കൂർ നമ്മൾ ഫിഷിങ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 5 മണിക്ക് എണീറ്റ് പോയതാണ് 11:30 വരെ ഗൈസ്. കടലിലെ വെയിൽ നമ്മളിങ്ങനെ ഉദ്ദേശിക്കണ വെയിലൊന്നുമല്ല കേട്ടോ. നല്ലപോലെ വെയിലടിക്കുന്നുണ്ടാവും, നല്ല ചൂടടിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ടയേർഡാണ്. ഞാൻ വന്നതും ഉറങ്ങിയതാണ് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് എണീക്കണത് കേട്ടോ. അത്രയ്ക്കും ടയേർഡ്. നല്ലപോലെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര പെയിനാണ് കേട്ടോ. എന്നാലും നമ്മൾ ശ്രമിച്ചത് നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് എപ്പോഴും മീനൊന്നും കിട്ടാറില്ല ഗൈസ്. ഇപ്പോൾ കടലിന് 2ാമത് നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ പേര് ഏരി എന്നാണ്. എല്ലാ നാട്ടിലും ആ പേര് തന്നെയാണോന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ആ മീനിൻ്റെ പേര് എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ എന്ത് മീൻ പിടിക്കണം, എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഇടണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സീ ഫിഷിംഗ് ആണോ ഇഷ്ടം അതോ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ആണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ബൈ.